അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്, കടുത്ത ഹറാമും കൂടിയാണ്. അത് ചെയ്തവർക്കും അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും പടച്ചറബിൽ നിന്നുള്ള ശിക്ഷ അതികഠിനമായിരിക്കും. പടച്ചറബ് കാരുണ്യവാനാണ്, പുറത്തു തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ മരണപ്പെടുന്നവരെ നമ്മൾ ഒരുപാട് കുറ്റപ്പെടുത്താറുണ്ട്. ആത്മഹത്യ എന്ന് കേൾക്കുമ്പോഴേ ആ മരണപ്പെട്ട ആളുകളെ നമ്മൾ പലതും പറയാറുണ്ട്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, അവർ മരിക്കാനുള്ള കാരണം നമ്മളൊക്കെ തന്നെയാണ് കാരണക്കാർ. ആരും വെറുതെ അങ്ങ് മരിക്കില്ല. മരിക്കാൻ ആർക്കാണ് ഇഷ്ടം? എല്ലാവർക്കും ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം. സ്വയം ജീവൻ ഇല്ലാതാക്കണമെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? അതാരും ചിന്തിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചാനലിൽ കൂടി മരണവാർത്തകൾ മാത്രമേ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി നമുക്കറിയാം. പലതരത്തിലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. പലരും മരണപ്പെടാനുള്ള കാരണങ്ങളും നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് കുടുംബത്തിന്റെ വേദനയിലാണ് നമ്മൾ ഇതിലൂടെ പങ്കുചേർന്നത്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അയാൾ ദുഷ്ടനായതുകൊണ്ടോ അയാൾക്കിത് പാപമാണെന്ന് അറിയാത്തതുകൊണ്ടോ എന്നല്ല, അയാൾ ഇവിടെ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആത്മഹത്യക്ക് ഒരുങ്ങുന്ന ആ ഒരു മനുഷ്യൻ പച്ച പാപമായിരിക്കും. പ്രതികരണശേഷിയില്ലാത്ത ഒരു മനുഷ്യനായിരിക്കും, വളരെ സാധുവായ മനുഷ്യൻ. അങ്ങനെയുള്ള ആളുകളാണ് ഇതുപോലെ ചെയ്യുന്നത്. പ്രതികരണശേഷിയും ചങ്കുറ്റവുമുള്ള ആളാണെങ്കിൽ അതിനോട് പ്രതികരിച്ച് ജീവിക്കാൻ വേണ്ടി പല മാർഗങ്ങളും പല കള്ളത്തരങ്ങളും കാണിച്ച് ജീവിക്കാൻ ശ്രമിക്കും. ഞാനിത് പറയാനുള്ള കാരണം, ആത്മഹത്യ ചെയ്യുന്ന ആളുകളെ പലരും കുറ്റപ്പെടുത്തിയും അവരെ മോശമായ രീതിയിൽ കാണുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ പ്രയാസം എത്രമാത്രമായിരിക്കും. അവരവരുടെ ജീവിതമാണ് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ചില മരണങ്ങൾക്ക് നമ്മളും കൂടി കാരണക്കാരാവുകയാണ്. നമ്മൾ അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടക്കുന്നത്. ഒരാളുടെ മരണത്തിന് നമ്മൾ കാരണക്കാരായി പോകരുത് പ്രിയപ്പെട്ടവരെ. മനുഷ്യന്റെ മനസ്സാണ്, അതൊന്ന് ചാഞ്ചാടിപ്പോയാൽ പിന്നെ അതിൽ നിന്നും നമുക്ക് തിരിച്ചു വരാൻ ഒരുപാട് പാടാണ്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊട്ടത്തരം തന്നെയാണ്. നമുക്ക് ഒരു നിമിഷത്തിൽ മാത്രം തോന്നുന്ന ഒരവസ്ഥയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെട്ടവരാരും ഒരിക്കലും പിന്നെ അതിന് ശ്രമിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തോന്നാത്തവരായി എനിക്ക് തോന്നുന്നത് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകും ചില നിമിഷങ്ങളിൽ നമുക്ക് ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന്. എൻ്റെ ഈ വാക്കുകൾ ശ്രവിക്കുന്ന നിങ്ങളിൽ ചിലർക്കും ഇതുപോലെ തോന്നിയിട്ടുണ്ടാവാം. ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെട്ടവരായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊക്കെ. തോന്നിയിട്ടുണ്ടാവില്ലേ നിങ്ങൾക്കൊക്കെ ചില നിമിഷത്തിൽ, എനിക്കിനി യാതൊരു വഴിയുമില്ല, മരണം മാത്രമാണ് പോംവഴി, അങ്ങ് മരിച്ചു കളഞ്ഞേക്കാമെന്ന്. പക്ഷേ നമ്മൾ ആ നിമിഷത്തെ മറികടക്കുകയാണ്. നമുക്കുണ്ടാകുന്ന ആ ഒരു ചിന്തയെ നമ്മൾ മറികടക്കുകയാണ്. അപ്പോൾ ആ സമയവും കടന്നു ചെന്നാൽ നമ്മൾ ചിന്തിക്കും, നമ്മൾ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു പൊട്ടത്തരമായി പോയേനെന്ന്. ആ ഒരു ചെറിയ നിമിഷം മാത്രം തോന്നുന്ന സംഭവമാണ് ഈ ആത്മഹത്യ. ആ സമയത്തെ മറികടക്കാൻ നോക്കുക. ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതെ, ഒരു ഉസ്താദിന്റെ മരണം. ആത്മഹത്യ എന്ന് പറയുന്നത് കടുത്ത പാപമാണെന്ന് നമ്മളെയൊക്കെ പഠിപ്പിച്ച ഉസ്താദ് തന്നെ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മനസ്സിന്റെ ആ ഒരു ചാഞ്ചാട്ടം. ഞാൻ ഈ ഉസ്താദിന്റെ സംഭവം പറയുന്നതിന് മുമ്പ് എനിക്കൊരു കുടുംബത്തിന്റെ കാര്യം നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷപ്പെട്ട ഒരു കുടുംബം. ഈ ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകും. അവർ ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. വെറും 1 ലക്ഷത്തിന്റെ പ്രശ്നമേ അവർക്കുള്ളൂ. വെറും 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു കുടുംബത്തിന്റെ കഥ. 2 മക്കളടങ്ങുന്ന കുടുംബമാണ്. 2 ചെറിയ മക്കൾ, ആൺകുട്ടിയും പെൺകുട്ടിയുമായ 2 പൊന്നുപോലുള്ള മക്കൾ. അവർ താമസിക്കുന്നത് വാടക കോട്ടേഴ്സിലാണ്. നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബം. വാടകക്കായാലും അവർ സന്തോഷത്തിൽ തന്നെയായിരുന്നു ജീവിച്ചു പോയിരുന്നത്. ഈ മക്കളുടെ ഉപ്പക്ക് ചുമടെടുക്കുന്ന ജോലിയായിരുന്നു. അങ്ങനെ അവരുടെ ജീവിതം ഏറെ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ മക്കളുടെ ഉപ്പക്ക് ജോലിക്കിടയിൽ ഒരു അപകടമുണ്ടാകുന്നത്. അതിനോടകം അയാളുടെ കാലിനും നടുവിനുമായി നല്ല പരിക്കുകളേറ്റ്. അന്നന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ആ മനുഷ്യന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോൾ ആ കുടുംബത്തിന്റെ അന്നം മുട്ടി പോവുകയാണ്. 5 പൈസ സമ്പാദ്യം എന്നതില്ല. അന്നന്ന് കിട്ടുന്ന പൈസനെ കൊണ്ടുള്ള ജീവിതമായിരുന്നു. 2 ദിവസം ഇയാൾ ജോലിക്ക് പോയില്ലെങ്കിൽ അവിടെ പട്ടിണിയായിരിക്കും. എന്ന് വെച്ച് അവർ ദുഃഖത്തോടൊന്നല്ല ജീവിച്ചത്, സന്തോഷത്തിൽ തന്നെ. പക്ഷെ ഈ ഒരു മനുഷ്യൻ ഈ ഒരു അപകടത്തിൽ കിടന്നുപോയി. അങ്ങനെ ഇയാളുടെ ചികിത്സക്ക് വേണ്ടി പല ആളുകളെടുത്തു നിന്നും കടം വാങ്ങി. ഓരോ ദിവസത്തെ ജീവിത ചിലവിനു വേണ്ടിയും കടങ്ങൾ വാങ്ങി. അങ്ങനെ 2-3 മാസം കൊണ്ട് ഇയാളുടെ ആ ഒരു ചിന്തയിൽ വലിയൊരു കടക്കാരനായി. വലിയൊരു കടക്കാരൻ എന്ന് വെച്ചാൽ വെറും 1 ലക്ഷം രൂപയേ ഉള്ളൂ.
പക്ഷെ അയാളുടെ ചിന്ത അയാളെ മാനസികമായി തളർത്തി. ഇനി എനിക്ക് തുടർന്ന് ജോലി ചെയ്യാൻ പറ്റുമോ? ഞാൻ എൻ്റെ മക്കളെയും കുടുംബത്തെയും ഇനി എങ്ങനെ നോക്കും? അങ്ങനെയൊക്കെയായിരുന്നു ഇയാളുടെ വീട്ടിലിരുന്നു കൊണ്ടുള്ള ചിന്ത. എന്നുവെച്ചാൽ അധ്വാനമുള്ള ജോലിയാണ്. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ അങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവർക്കാണെങ്കിൽ സഹായിക്കാൻ മറ്റാരുമില്ല. ആരുടെ മുന്നിലും കൈനീട്ടിയിട്ടും ഇവർക്ക് ശീലവുമില്ല. നല്ല അഭിമാനിയായിരുന്നു. ഓരോരുത്തരുടെയും അഭിമാനമാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എല്ലാവർക്കും അവരുടെ അഭിമാനം തന്നെയാണ് വലുത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? അവരെക്കുറിച്ച് അറിയുന്നവര് എന്ത് വേണം? അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം. അയാൾ ഇന്ന് മരിച്ചിരുന്നെങ്കിൽ അയാളെക്കുറിച്ച് അറിയുന്ന നമ്മൾ കാരണക്കാരായി പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെയാണ് ഈ ഒരു ഉസ്താദ് മരണപ്പെട്ടത്. ഉസ്താദിനെ മാത്രമാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. എന്നുവെച്ചാൽ ആത്മഹത്യ എന്ന് പറയുന്നത് ഹറാമാണെന്ന് നമ്മളെ പഠിപ്പിച്ച ഉസ്താദ് ഇങ്ങനെ ചെയ്ത്, അങ്ങനെ ഈ മനുഷ്യൻ 1,00,000 രൂപയുടെ കടക്കാരനായി. അയാൾക്കാണെങ്കിൽ മുമ്പേ കടം വാങ്ങിക്കുന്നത് ഭയങ്കര പേടിയാണ്. ഉള്ളത് കൊണ്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ് സന്തോഷത്തോടെ. ആ മനുഷ്യനാകെ തളർന്ന്, ആ മനുഷ്യന്റെ ആ ഒരു തളർച്ച ഭാര്യയ്ക്കും ബാധിച്ചു. ആ പാവം പെണ്ണിനെയും അയാൾ തളർത്തി. നമുക്കിനി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്കിനി ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ചിന്തകളായിരുന്നു അയാളുടെ മനസ്സിൽ. അതൊക്കെ ഇയാളുടെ ഭാര്യയോട് പറഞ്ഞ് ആ ഭാര്യയും തളർന്നുപോയി. ഇനി നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? മക്കളെ നോക്കണം, വാടക കൊടുക്കണം, എനിക്കാണെങ്കിൽ ഇനി ജോലിക്ക് പോകാൻ പറ്റുകയുമില്ല. ചെറിയ ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ജീവിതം മുന്നോട്ട് പോവുകയുമില്ല. ഇനി എന്ത് ചെയ്യും? മക്കളെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ അവരുടെ ആ ഒരു ചിന്തയിൽ അവരൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അതന്നെ, അവർ തിരഞ്ഞെടുക്കുന്നത് മരണം തന്നെ, വേറെ വഴിയില്ല. പക്ഷെ അവരൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൂട്ടണ്ട എന്ന്, അവരെ ഇവിടെ ബാക്കിയാക്കി നമുക്ക് പോകാമെന്ന്, അവരെ ആരെങ്കിലും നോക്കിക്കോളുമെന്ന്. അങ്ങനെ ഈ ദമ്പതികൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഒരു ദിവസം രാവിലെ ഏറെ സന്തോഷത്തോടെ മക്കളെ തുരുതുരാ ഉമ്മ വെച്ച് ആ ഭാര്യയും ഭർത്താവും മക്കളെ സ്കൂളിലേക്ക് അയക്കാൻ ഒരുക്കുകയാണ്. ഇതുവരെയില്ലാത്ത സ്നേഹം മക്കളോട്. ഉമ്മ മകളെ ഒരുക്കുമ്പോൾ ഉപ്പ മകനെ ഒരുക്കുകയാണ്. സാധാരണ 2 മക്കളെയും ഉമ്മയാണ് ഒരുക്കാറ്. ഇന്ന് പതിവിലും വ്യത്യസ്തമായി രണ്ടുപേരും വാശിക്ക് മക്കളെ ഒരുക്കുകയാണ്. മക്കളെ സ്കൂളിൽ അയച്ചിട്ട് വേണം ഇവർക്കിത് ചെയ്യാൻ. 2 പൊന്നുപോലുള്ള മക്കളെ തുരുതുരാ ഉമ്മകൾ വെച്ച് ആ മക്കളെ പറഞ്ഞു വിടുകയാണ് സ്കൂളിലേക്ക്. ആ പൊന്നുമക്കൾ ഇതെന്തെങ്കിലും അറിയുന്നുണ്ടോ? തിരിച്ചു വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഉണ്ടാവില്ല എന്ന് ആ മക്കളുണ്ടോ അറിയുന്നത്? അവര് മരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ആ മക്കൾ തിരിച്ചു വരുമ്പോൾ കാണേണ്ടത് അവരുടെ ആകെയുള്ള പൊന്നുപ്പയും പൊന്നുമ്മയും മരിച്ചു കിടക്കുന്നതായിരുന്നു. മക്കളെ സ്കൂളിൽ അയച്ചതിന് ശേഷം അവർ കുറച്ചു ചോറ് ഒരു പാത്രത്തിലാക്കി അതിൽ വിഷം കലർത്തി മേശപ്പുറത്ത് വെച്ച് ദമ്പതികൾ 2 പേരും മുഖത്തേക്ക് മുഖം നോക്കി അത് കഴിക്കാനുള്ള പുറപ്പാടിലായിരുന്നു. ഈ ഒരു സംഭവം അവര് തന്നെ നമ്മളോട് പറഞ്ഞതാണ്. പെട്ടെന്നായിരുന്നു കതകിനാരോ തട്ടിയത്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അയൽപക്കത്ത് അടുത്ത ആഴ്ച കല്യാണമായിരുന്നു. കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതായിരുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്നും കുടുംബം. അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു സമയമായിരുന്നു അത്. അത്രക്ക് വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഇവർ കയറി വരുന്നത്. അവിടെ അത് റദ്ദായി. പിന്നെ അവരുമായി സംസാരിച്ച് മകന്റെ കല്യാണം പറയാൻ വന്നതായിരുന്നു അവര്. ഒരുപാട് കുശലങ്ങളും പറഞ്ഞ് അവരോട് പറഞ്ഞു 2 ദിവസം മുന്നേ കല്യാണത്തിന് വീട്ടിലേക്ക് എത്തിയേക്കണേ എന്ന്. അങ്ങനെ അവര് കല്യാണത്തിന് ക്ഷണിച്ച് അവരങ്ങ് പോയി. പിന്നെയും ഈ ദമ്പതികൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അവരുടെ മനസ്സ് റിലാക്സ് ആയി. പിന്നെ സ്കൂളിലേക്ക് അയച്ച ആ പൊന്നു മക്കളെ കുറിച്ചായിരുന്നു ചിന്ത. 2 പേരും മുഖത്തോട് മുഖം നോക്കി കരയുകയാണ്. ആ നശിച്ച ആ ഒരു നിമിഷത്തെ ഓർത്ത്. ആ ഒരു നിമിഷത്തെയാണ് ഇവർ ബ്രേക്ക് ചെയ്ത് മുന്നേറിയത്. അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തി. ജീവിക്കാനുള്ള വഴിയും അവർ തന്നെ കണ്ടെത്തി. ഭർത്താവും ഭാര്യയും കൂടി ഒരു ജോലി ചെയ്യാൻ തീരുമാനിച്ചു. വീട്ടിൽ തന്നെ പലഹാരങ്ങൾ ചുട്ട് ഹോട്ടലുകളിലും കടകളിലും വിതരണം ചെയ്യുക. ചെയ്ത ഉടനെ തന്നെ അത് സക്സസ് ആവുകയും ചെയ്തു. അതിലൂടെ ഇവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒക്കെ അങ്ങ് മാറിക്കിട്ടി. ഇന്ന് ജീവിച്ചിരിക്കേണ്ടവരായിരുന്നില്ല അവര്. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ആ ഒരു സമയത്തെയാണ് അവർ മറികടന്നത്. ഇന്ന് മക്കളൊക്കെ വലുതായി. ആ മോന് ഗൾഫിൽ നല്ലൊരു ജോലി ചെയ്യുന്നു. പുതിയ വീടുണ്ടാക്കാനുള്ള പണി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുക. ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു പാഠമാണ് ഈ ഒരു കുടുംബത്തിന്. അവരിന്ന് കരുതുകയാണ്, അന്ന് നമ്മൾ അത് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു പൊട്ടത്തരമായി പോയേനെ എന്ന്. ആ ദമ്പതികള് ആ മക്കളുടെ ചെറുതിലെ ആ ഫോട്ടോ കാണിച്ച് പറഞ്ഞതാ, ഈ 2 മക്കളെയും ഉപേക്ഷിച്ചാണ് നമ്മൾ പോകാൻ ഒരുങ്ങിയതെന്ന്. അന്ന് നമ്മൾ അത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇതൊക്കെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന്. അവരുടെ ജീവിതം തന്നെ നമുക്ക് ഒരു സൊല്യൂഷനാണ്. എൻ്റെ ഈ പൊന്നു മക്കളെ ഉപേക്ഷിച്ചല്ലേ നമ്മൾ മരിക്കാൻ പോയത് എന്ന്. അപ്പോൾ നമുക്കിതിലൂടെ എന്ത് മനസ്സിലായി?
നമുക്ക് ആ ഒരു നിമിഷം മാത്രം തോന്നുന്ന ഒരു സംഭവമാണ് ആത്മഹത്യ. ആ ഒരു നിമിഷത്തെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുക. എങ്ങനെയെങ്കിലും നമുക്ക് തോന്നിപ്പോകും ഇപ്പോൾ മരിച്ചു കളയാമെന്ന്. എങ്ങനെയെങ്കിലും സഹിച്ചും പുറത്തും മനസ്സിനങ്ങ് ധൈര്യം കൊടുക്കുക. ഏതായാലും നമ്മൾ മരിക്കാൻ തുനിഞ്ഞു, അത് ജീവിതത്തെ നേരിട്ട് കൊണ്ട് തന്നെ ആവട്ടെ. എന്തേ അങ്ങനെ ഒരു തീരുമാനത്തിലെത്താം. ഈ ഉസ്താദ് മരണപ്പെട്ട കാര്യം ഞാൻ പറയാം. ഈ ഉസ്താദ് മരണപ്പെടാനുള്ള കാരണം എന്താണ്? അത് തന്നെ, കാരണങ്ങൾ പലതുമുണ്ട്. ആ മനുഷ്യന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മക്കൾക്കൊരു വീട്, അതും ഒരു ചെറിയൊരു വീട്. അങ്ങനെ അദ്ദേഹം ഒരു വീടുണ്ടാക്കാനുള്ള പണി തുടങ്ങി. അതിന് പൈസ തികയാതെ വന്നപ്പോൾ ചെറിയൊരു ലോണും എടുത്തു. ഉസ്താദുമാർക്കുള്ള ശമ്പളം നമുക്കൊക്കെ അറിയാലോ, 10 11 അതിനപ്പുറം ഒരു മഹലിലും കൊടുക്കുന്നില്ല. അതിനെക്കൊണ്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും? വെറും തിന്നൽ മാത്രമല്ലല്ലോ ജീവിതം. കല്യാണം, രോഗം, മറ്റു ചിലവുകൾ, അതൊന്നും ആരും ചിന്തിക്കാറില്ല. ജീവിക്കാൻ ഇത്ര പോരെ? ഈ മനുഷ്യൻ ചെറിയൊരു വീട് കെട്ടാൻ നോക്കിയപ്പോൾ ബാങ്കിൽ നിന്നും കടമെടുത്ത് കടക്കാരനായി. ജോലി ചെയ്ത് കടം വീട്ടാമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷെ അതിനിടയിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്ന പള്ളിയിൽ നിന്നും ഇദ്ദേഹത്തെ പിരിച്ചുവിടുന്നത്. ആ മനുഷ്യൻ പെട്ടെന്ന് തളർന്നു പോവുകയാണ്. ജോലിയില്ലാതെ എങ്ങനെ കടം വീടാനാണ്? ആ പള്ളിയിൽ നിന്നും പുറത്താക്കിയതാണ് ഈ മനുഷ്യന്റെ മാനസിക നില തെറ്റിപ്പോയത്. ഒരു മനുഷ്യന്റെ മനസ്സ് മാറാൻ അധിക ടൈമൊന്നും വേണ്ട. പല കണക്കുകൂട്ടലുകളാണ് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതം. ആ കണക്കങ്ങ് തെറ്റിപ്പോവുകയാണ്. പള്ളിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ലോണും അടച്ച് ബാക്കിയുള്ളതിനെ കൊണ്ട് ജീവിക്കാമെന്ന് കരുതിയ ആ ഒരു മനുഷ്യനായിരുന്നു പെട്ടെന്ന് അങ്ങ് ജോലി പോയി പോവുകയാണ്. എന്താ ചെയ്യുക? പഠിച്ച പണി ഉസ്താദായിരുന്നു. ഇവിടെയും നമ്മൾ കാരണക്കാരായി പോവുകയാണ്. ഇനിയെങ്കിലും ഉണരട്ടെ നമ്മുടെ മഹല്ലുകൾ. ഇപ്പോൾ ചില പള്ളികളൊക്കെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാവപ്പെട്ട നമ്മളെ പഴയ ഉസ്താദുമാർ ആ പള്ളിക്ക് ഇന്ന് പോരായ്മയായി മാറുകയാണ്. അപ്പോൾ അവരെ പറഞ്ഞു വിടുകയാണ്. പള്ളി വളർന്ന് പന്തലിച്ച് ആ പള്ളിക്ക് ഉസ്താദുമാർ ഒരു പോരായ്മയായി മാറുകയാണ്. ചിലപ്പോൾ ഇദ്ദേഹം ജോലി ചെയ്യുന്ന ആ പള്ളി ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പള്ളിയായിരിക്കാം. അതിനൊക്കെ ഒരു കാരണങ്ങളുമുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ ഭവനമായ പള്ളി എത്രമാത്രം ഭംഗി കൂട്ടി പണിയുന്നുണ്ടോ അത്രമാത്രം നന്മയുണ്ടാകുമെന്നുള്ള ഒരു ന്യായം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. വേണം, പള്ളിയൊക്കെ ഭംഗി കൂട്ടണം, നല്ലത് തന്നെ. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ ആ ഒരു ഭവനത്തിൽ പണിയെടുക്കുന്ന കുറച്ച് ആളുകളുടെ കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ആ ഉസ്താദുമാരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതാരും ചിന്തിക്കാറില്ല. അതൊക്കെ ചിന്തിക്കാൻ ആർക്കാണ് സമയം? പള്ളിക്ക് ഭംഗി കൂട്ടുക, വലിയൊരു സമ്മേളനം നടത്തുക, ഇതൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ വാശി. എന്തായാലും ഇനിയെല്ലാവരും കണ്ണീരൊഴുക്കി ആ കുടുംബത്തിന് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകാം. ആ മരണത്തിലൂടെ എല്ലാം ഓക്കെയായി. ഇനിയെങ്കിലും ഓരോ മഹലിലും ഇതുപോലുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. വല്ലാത്ത വേദനയാണ് ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ. ആ മനുഷ്യന് കടവും ബാധ്യതയും കൂടിയപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റിപ്പോയിട്ടുണ്ടാവാം. പള്ളിയിൽ AC വെക്കാനും മോടി പിടിപ്പിക്കാനും പിരിപ്പിച്ചുണ്ടാക്കുന്ന പണവും അല്ലെങ്കിൽ സമ്പത്തുള്ളവർ ഓഫർ ചെയ്യുന്ന തുകയിൽ നിന്നെങ്കിലും ഈ ഉസ്താദുമാരുടെ ജീവിതത്തിനുള്ള സൊല്യൂഷൻ കാണണം പ്രിയപ്പെട്ടവരെ. ആ മനുഷ്യനെ രക്ഷപ്പെടുത്താമായിരുന്നു. ആ പള്ളിയിൽ നിന്നും ആ മനുഷ്യനെ പിരിച്ചുവിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ഇന്നും ചിലപ്പോൾ ജീവിച്ചിരുന്നേനെ. ഞാനിതൊക്കെ പറയുന്നത് പള്ളി മോടി കൂട്ടുന്നതോ സംഘടനകൾ നടത്തുന്ന സമ്മേളനത്തിനോ എതിരായിട്ടല്ല. എല്ലാം വേണം. പക്ഷെ നമ്മൾ മുൻകൈ എടുക്കേണ്ടത് ഇതുപോലുള്ള നമ്മുടെ മതപണ്ഡിതന്മാരെയല്ലേ, നമ്മുടെ ദീനി പ്രബോധകരല്ലേ അവരില്ലെങ്കിൽ പിന്നെ എന്ത് ദീന്? നാളത്തെ നമ്മുടെ തലമുറക്ക് ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉസ്താദ്. മിക്ക ഉസ്താദുമാരുടെയും ജീവിതം വലിയൊരു ദുരന്തത്തിൽ തന്നെയാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ ജീവിതം വെച്ചായിരിക്കരുത് നമ്മുടെ പള്ളിയുടെ മോടി കൂട്ടലും സംസ്ഥാന സമ്മേളനവും. അവരുണ്ടെങ്കിലേ ഇതൊക്കെ ഉള്ളൂ. അവർക്ക് ജീവിക്കാനുള്ള നല്ലൊരു വഴി നമ്മളാണ് തുറന്നു കൊടുക്കേണ്ടത്. പലരും സാമ്പത്തികമായി സഹായിക്കുന്നത് പള്ളി മോടി കൂട്ടാൻ മാത്രമല്ല, ഇതുപോലുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിനു വേണ്ടിയും കൂടിയാണ്. ഇത് പള്ളി കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണം. പള്ളി ഒരു ബിസിനസ്സായി ആരും കാണരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. എന്തായാലും തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായി സ്വയം ജീവൻ സമർപ്പിക്കേണ്ടി വന്നു ഈ ഒരു പണ്ഡിതന്. മരണപ്പെട്ടിരിക്കുന്നത് കർണാടകയിലെ അഷ്റഫ് മാലിക് എന്ന പണ്ഡിതൻ. അവരുടെ പേരിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ഫാത്തിഹ വീതം മോദി അവരുടെ ഖബറിലേക്ക് എത്തിക്കണം. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.